ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ വെഡ്ഡിംഗ് വ്ളോഗാണ്. എൻ്റെ കല്യാണം മെയ് 10-നായിരുന്നു. അപ്പോൾ വീഡിയോ വരാൻ ഇത്രയും ലാഗായി. അതിന് വ്യക്തമായ കാരണം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലാഗാക്കി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പ്ലസ് മടി, പ്ലസ് ടൈമില്ലായ്മ, പിന്നെ എൻ്റെ വോയിസ് കുറച്ച് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബോറായിട്ടായിരിക്കും കേൾക്കുക. മേക്കപ്പും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് വെഡ്ഡിംഗ് ഡേ വെളുപ്പിന് തന്നെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് പോയത്. എന്നെ അടിപൊളിയായിട്ട് ഒരുക്കി സുന്ദരിയാക്കി തന്നത് കോട്ടയത്തെ മായാസ് ഐഷ് മേക്ക് ഓവറിലെ മായ ചേച്ചിയാണ്. പിന്നെ ഞങ്ങൾ കോട്ടയത്ത് നേരെ റെഡിയായി വീട്ടിൽ വന്ന് അവിടുന്ന് ഞങ്ങൾ മർത്തിക്കാവ്, ഞങ്ങളുടെ അടുത്തുള്ള അമ്പലമാണ്, അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഈ കാണുന്നതൊന്നും എൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോ അല്ല, അനിയത്തിയും എൻ്റെ വണ്ടി ഓടിച്ചിരുന്ന ചേട്ടനും ഒക്കെ എടുത്ത ഫോട്ടോസാണ്. ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്ന ടൈമിൽ അവർ പിന്നാമ്പുറ കാഴ്ചകൾ എടുത്തതാണ്. ഞങ്ങളുടെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തത് കൊല്ലത്തുള്ള ഗ്യാസസ് ഫ്രെയിംസ് എന്ന് പറയുന്ന ടീമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും വ്ളോഗ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളതും ഫ്രണ്ട്സ് തന്നതും അതുപോലെ ചേച്ചിമാരൊക്കെ അയച്ചു തന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ക്ലിപ്സാണ് ഞാനിതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. വെഡ്ഡിങ്ങിൻ്റെ യഥാർത്ഥ വീഡിയോ കോപ്പിറൈറ്റ് ഒന്നും കൂടാതെ എങ്ങനെ ഇടാൻ പറ്റുമെന്ന് പഠിച്ചിട്ട് എനിക്ക് അതുകൂടെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് യൂട്യൂബിൽ. അപ്പം അത് പറ്റുവാണെങ്കിൽ ഉടനെ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യും. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെങ്ങന്നൂർ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതാണ് എൻ്റെ ചെക്കൻ വന്ന വണ്ടി. അപ്പോൾ ആൾ ഇറങ്ങുന്ന രംഗമാണ് ഞാൻ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ ടെൻഷൻ കയറിയിട്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടപ്പയിലോട്ട് ഫോൺ കൊടുത്തു. ഞാൻ വണ്ടിയിലിരുന്ന് ചേട്ടനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവുകയും ചെയ്തു. പിന്നെ എന്നെക്കാളും എനിക്കൊന്ന് മൊത്തം കിളിവാറിയിരിക്കുമായിരുന്നു, പക്ഷേ എന്നെക്കാളും നല്ല രീതിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് ചെക്കനെ സ്വീകരിക്കുന്ന ചടങ്ങും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടൻ സ്റ്റേജിലോട്ട് പോയി. അടുത്തത് എൻ്റെ എൻട്രിയാണ്.
അങ്ങനെ കല്യാണം സമാപിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ സെക്കൻഡ് സാരി ചേഞ്ച് ചെയ്തു. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് സാരി. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയ ഒരു സാരി കേട്ടോ അത്. ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് സാരി. അതും കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് ഇറങ്ങാൻ ടൈമായിരുന്നു. കണ്ണിലൂടെ നടന്നിരിക്കും. കരഞ്ഞു 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 കരഞ്ഞു. പറഞ്ഞു അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ചേട്ടൻ്റെ വീട് വെളിയനാടാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയിൽ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലെത്തി. അവിടെ ചെന്നിട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ ശേഷം ഞങ്ങൾ വെളിയിൽ അവിടെ അടുത്ത് നല്ലൊരു സ്പോട്ടുണ്ട്, ഒരു വീട്. അവിടെ പോയി അവിടുത്തെ മിക്കവരും ഫോട്ടോസ് എടുക്കുന്ന പ്ലേസാണത്. അവിടെ പോയി 3-4 ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അന്ന് അതേ ദിവസം തന്നെ കല്യാണ ഡേ തന്നെ ആയിരുന്നു ഞങ്ങളുടെ റിസപ്ഷനും. എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിസപ്ഷൻ ഡ്രസ്സിനെ പറ്റി ഞങ്ങൾക്ക് പ്രത്യേകം എടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഫ്ലോപ്പായി പോയൊരു സംഭവമായിരുന്നു അത്. പുറമേ നിന്ന് നോക്കുമ്പോൾ അല്ല, ഫോട്ടോസിൽ നിന്ന് ഓൾ ഓക്കെയാണ്, പക്ഷേ ഞങ്ങളെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് ഏത് റെൻ്റൽ ഷോപ്പിൽ നിന്നാണ് എടുത്തതെന്ന് മൊത്തം ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയത് സ്റ്റേജ്, കല്യാണ ഫുഡ്, റിസപ്ഷൻ ഫുഡ് ഇത്രയായിരുന്നു. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റേജ് ചെയ്തത് നമ്മുടെ വേണ്ടപ്പെട്ട രാഹുലേട്ടനാണ്. പിന്നെ കല്യാണത്തിന് സദ്യ ചെയ്തത് ഞങ്ങളുടെ ജയനസനും ടീമുമാണ്, അടിപൊളിയായിരുന്നു. അതേപോലെ നമ്മുടെ റിസപ്ഷൻ ഫുഡ് എല്ലാം ചെയ്തത് ചേട്ടൻ്റെ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ടീമായിരുന്നു. അതിനും ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടി, ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. ഇനി ഓരോരുത്തരെ പറ്റിയും എടുത്തെടുത്ത് പറയുന്നില്ല. ഞങ്ങളുടെ ആ ഒരു മൊമെൻറ്റ്, ആ ഒരു ഡേ ഇത്രയും സ്പെഷ്യലാക്കി തരാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ നമ്മുടെ കുടുംബം പോലെ നിന്ന് സഹകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാവരോടും എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് വ്ലോഗ് വളരെ ഇച്ചിരി റഷായിട്ടുള്ള ഈ ഒരു വെഡ്ഡിങ് വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ നല്ല വീഡിയോ ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങളത് അപ്ലോഡ് ചെയ്യും. അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ.